ॐ कृष्णाय वासुदेवाय देवकी नन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। कृष्णाय वासुदेवाय हरये परमात्मने प्रणतक्लेशनाशाय गोविन्दाय नमो नमः। अथ ഭഗവത്പാദ ശങ്കരകൃതം ഗോവിന്ദാഷ്ടക സ്തോത്രം നമുക്ക് ഒരുമിച്ച് പാരായണം ചെയ്യാം. 1, 2, 3 ശ്ലോകങ്ങൾ. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. സത്യം ജ്ഞാനമനന്തം നിത്യമനാകാശം പരമാകാശം ഗോഷ്ടപ്രാങ്കണരിംഗണലോല അനായാസം പരമായാസം മായാകൽപ്പിതനാനാകാരം അനാകാരം ഭുവനാകാരം ശ്നാമാനാഥമനാഥം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. മൃത്സ്നാമത്സീഹേതി യശോദ താടനശൈശവസന്ദ്രാസം വ്യാദിതവക്ത്രാലോകിതലോക ലോകചതുർദശലോകാലിം ലോകത്രയപുരമൂലസ്തംഭം ലോകാലോകമനാലോകം ലോകേശം പരമേശം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. ത്രൈവിഷ്ടപരിപുവീരക്നം ക്ഷിതിഭാരക്നം ഭവരോഗക്നം കൈവല്യം നവനീതാഹാരമനാഹാരം ഭുവനാഹാരം വൈമല്യസ്ഫുടചേതോ വൃത്തിവിശേഷാഭാസം അനാഭാസം ശൈവം കേവലശാന്തം പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. എല്ലാ സാധകർക്കും പ്രണാമം. നമ്മൾ 3-ാമത്തെ ശ്ലോകം എത്തിയിരുന്നു. ആചാര്യസ്വാമികളെയും ഗുരുപരമ്പരയും നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. കുറച്ച് സമയമേ ഉള്ളൂ, എല്ലാവരും ക്ഷമിക്കുക. നമുക്ക് ഇതൊക്കെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. എന്താണ്, സാധനയിൽ നമ്മൾ എവിടെ എത്തിയാലും വിഘ്നങ്ങൾ അപ്രതീക്ഷിതമായി വരാം എന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. ആ കേലൂകന്ധകം പോലെ എപ്പോൾ വേണമെങ്കിലും നമ്മൾക്ക് വിഘ്നങ്ങൾ വരാം. അതുകൊണ്ട് നിത്യവും നിരന്തരം ഭഗവാനോടും ഗുരുപരമ്പരയോടും പ്രാർത്ഥിക്കാം വിഘ്നങ്ങളില്ലാണ്ട്. എനിക്ക് നല്ല ഭയമുണ്ട് പ്രധാരണം തുടങ്ങാനായിട്ട്. കാരണം അനേകം വിഘ്നങ്ങളാണ്. ഭൗതികമായിട്ടുള്ളത് വേറെ, പാരിസ്ഥിതികമായിട്ട്. അപ്പോൾ എല്ലാവരുടെയും സമഷ്ടിയായ പ്രാർത്ഥന ഉണ്ടാകണം. ഗോവിന്ദനെ പ്രണമിച്ചുകൊണ്ട് നമുക്ക്
ഒന്നും രണ്ട് ശ്ലോകങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തത് നമ്മൾ എത്തിയിരുന്നു. ത്രൈവിഷ്ടപരിപുവീരഘ്നം ഗോവിന്ദം പരമാനന്ദം. അല്ലയോ ഭഗവാനെ, അങ്ങ് എങ്ങനെയാണോ ദേവതകളെ അസുരന്മാരുടെ ആക്രമണത്തിൽ നിന്ന് സഹായിച്ചത്, അതേപോലെ എന്നെയും എൻ്റെ ഉള്ളിലെ ചെറുതും വലുതുമായിട്ടുള്ള ആസുരിക ശക്തികളെ സാധനയ്ക്ക് അല്ലെങ്കിൽ മോക്ഷത്തിന് തടസ്സമായി, ഭക്തിക്ക് തടസ്സമായി നിൽക്കുന്ന എന്തൊക്കെയാണോ രിപുക്കൾ എന്നിലുള്ളത്, അത് എന്നെക്കാളും നന്നായിട്ട് ഭഗവാനെ അങ്ങേക്കേ അറിയുള്ളൂ. അങ്ങ് ത്രികാലജ്ഞാനിയാണ്. അതുകൊണ്ട് എൻ്റെ ഉള്ളിലെ അറിഞ്ഞും അറിയാതെയുമായിട്ടുള്ള രിപുക്കളെ മാറ്റിത്തരണേ എന്നുള്ള പ്രാർത്ഥന നമ്മൾ കണ്ടു. അതിനുശേഷം ക്ഷിതിഭാരഘ്നം പ്രണവത ഗോവിന്ദം പരമാനന്ദം. അല്ലേ, എത്ര തവണയാണ് ഭഗവത്പാദർ നമ്മളെ കൊണ്ട് പ്രണമിപ്പിക്കുന്നത് അല്ലേ? എങ്ങനെയാണോ ഭൂദേവിയുടെ ഭാരത്തിനെ അങ്ങ് ഘനീഭവിച്ചത്, ഇല്ലാണ്ടാക്കിയത്, അതുപോലെ എൻ്റെയും എന്തൊക്കെയാണോ ഭാരങ്ങൾ, അവനോട് മാത്രമേ അറിയുള്ളൂ എന്തൊക്കെ ഭാരങ്ങളാണ് നമുക്കുള്ളത് അല്ലേ, അതിനെ ഇല്ലാണ്ടാക്കി തരണേ. മറ്റൊരു പ്രാർത്ഥന ക്ഷിതിഭാരഘ്നം എന്ന് പറയുമ്പോഴും എനിക്കും ക്ഷമ എന്ന എന്താ പറയുക സദ്ഗുണത്തിനെ അല്ലെ ദേവീ സമ്പത്തിനെ എനിക്കും അങ്ങ് വളർത്തിയെടുക്കുവാൻ അങ്ങയുടെ അനുഗ്രഹം ഉണ്ടാവണേ എന്നുള്ള പ്രാർത്ഥന അല്ലേ. ഓരോ പ്രണവതയും നമ്മളുടെ പ്രാർത്ഥനയാണ്, ഭഗവാനോടുള്ള സമർപ്പണമാണ്. ഇന്ന ഇന്ന അധികാരങ്ങൾ എനിക്ക് തരണേ. ഭവരോഗഘ്നം, ഈ ഭവത്തിലെ പെട്ടയാളാണ് നമ്മളും, അപ്പം രോഗങ്ങൾ മാറ്റിത്തരണേ. ഇവിടെ രോഗങ്ങൾ എന്ന് പറഞ്ഞാൽ ശാരീരികമായും മാനസികമായിട്ടുമുള്ള വിഘ്നങ്ങൾ, ദുഃഖങ്ങൾ മാറ്റിത്തരണേ. അങ്ങ് ആരാണ്? കൈവല്യം, അങ്ങ് മോക്ഷസ്വരൂപനാണ്. പ്രണമത ഗോവിന്ദം, അതൊക്കെ നമ്മൾ കണ്ടിരുന്നു. നവനീതാഹാരം അവിടെ വരെ കണ്ടത്. അങ്ങ് എന്നിലും നവനീതമാകുന്ന സത്വഗുണം കൊണ്ട് നിറയ്ക്കണേ എന്നുള്ള പ്രാർത്ഥന. അടുത്തതിലേക്ക് പോകാം. കൈവല്യം നവനീതാഹാരം അനാഹാരം ഭുവനാഹാരം. അനാഹാരം, അനാഹാരം പ്രണമത ഗോവിന്ദ. അനാഹാരം എന്ന് വെച്ചാൽ ആഹാരം കഴിക്കാത്തവനെ എന്നാണ്. ഇവിടെ ആഹാരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭോഗം എന്നാണ്. നമ്മൾ ഈ കഞ്ഞി സാമ്പാർ എന്ന ആഹാരമല്ല. ഇവിടെ ആഹാരം എന്ന് വെച്ചാൽ ലോകഭോഗങ്ങൾ ഒന്നും ഭുജിക്കാത്തവൻ അല്ലേ. നമ്മൾ സാമാന്യമായിട്ട് ആഹാരം കഴിക്കുക വായിലൂടെ എന്നാണ്, പക്ഷെ നമ്മളെ സംബന്ധിച്ച് എന്താണ്, പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും നമ്മൾ ആഹരിക്കുന്നുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ട് പലയിടത്തും അത്. ശബ്ദ സ്പർശ രൂപ രസ ഗന്ധങ്ങളൊക്കെ ഇത് നമ്മൾ ആഹരിച്ചുകൊണ്ടിരിക്കുക. ആഹരിക്കുക എന്ന് വെച്ചാൽ ഉള്ളിലാക്കുക. കണ്ണിലൂടെ നമ്മൾ അല്ലേ വിഷയങ്ങളെ ഉള്ളിലാക്കുന്നു, വായിലൂടെ ഉള്ളിലാക്കുന്നു, സ്പർശത്തിലൂടെ ഉള്ളിലാക്കുന്നു. അപ്പോൾ ഭഗവാൻ എന്താണ്, ഇതൊന്നും എന്ത് നല്ലതും ചീത്തയുമായ ആഹാരങ്ങൾ ഭഗവാന്റെ അടുത്ത് നമ്മൾ കൊണ്ട് കൊടുത്താലും ഭഗവാൻ ഇതിനോടൊന്നും ഒരു ഒട്ടലില്ല. അതാണ് ഒന്നിനെയും ഭുജിക്കാത്തവൻ എന്നാണ് അനാഹാരം എന്ന വാക്കിൻ്റെ അർത്ഥം. നമ്മൾ എന്തൊക്കെയാണ് ആഹരിക്കുന്നത്? നമ്മൾ ഒറ്റൊരു ദിവസത്തെ ഞായറാഴ്ച എടുത്തോളൂ, അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. ഞായറാഴ്ച എന്ന് ഒരു ദിവസം എടുത്തോളൂ. രാവിലെ മുതൽ വൈകിട്ട് വരെ നമ്മൾ എന്തൊക്കെയായിരിക്കും ആഹരിക്കുക അല്ലേ? അവരിത് പറഞ്ഞു, ഇവരിത് പറഞ്ഞു, അല്ലെങ്കിൽ ഇന്നടത്ത് പോകണം, ഇന്നത് ചെയ്യണം. അത് നമ്മൾ കണ്ണിലൂടെയും മൂക്കിലൂടെയും നാവിലൂടെയും സ്പർശത്തിലൂടെയൊക്കെ ആഹരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് നമുക്ക് അതിൻ്റെ പാർശ്വഫലമായിട്ട് ദുഃഖം അല്ലേ, അല്ലെങ്കിൽ കാമക്രോധാദികൾ. കാരണം നമ്മൾ എന്ത് ആഹരിച്ചാലും അതിനോട് ഒട്ടൽ വരുന്നു. ഭഗവാനെ അനാഹാരൻ എന്ന് വിളിക്കുമ്പോൾ എന്ത് ആഹരിച്ചോട്ടെ അല്ലെ, എന്ത് ഉള്ളിലേക്ക് എടുത്തോട്ടെ, അതൊന്നും ഒട്ടലില്ലാത്തവൻ. അതാണ് അനാഹാരം എന്ന വാക്കിൻ്റെ അർത്ഥം. ഒന്നിനെയും ഭുജിക്കാത്തവൻ.
നിസ്സംഗൻ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഭഗവാന്റെ മറ്റൊരു ലക്ഷണം. എന്തിനു വേണ്ടി ഇത് പ്രാർത്ഥിക്കുന്നു? ഭഗവാനെ, എനിക്ക് ഈ ഒട്ടലാണ് എൻ്റെ ഈ കെട്ടുപാടുകൾക്ക് കാരണം. ഭഗവാനെ, എന്നെയും അങ്ങയുടെ അനുഗ്രഹത്താൽ ഒരു കുറച്ചെങ്കിലും ലേശമെങ്കിലും അനാഹാരനാക്കി മാറ്റണേ. ലോകഭോഗങ്ങളെ ഭുജിക്കുവാനുള്ള ആഗ്രഹം ഭഗവാനെ ഈ നമസ്കാരം സ്വീകരിച്ചുകൊണ്ട് അങ്ങ് ഇല്ലാണ്ടാക്കി തരണേ എന്നുള്ള പ്രാർത്ഥനയാണ്. അനാഹാരം പ്രണമത ഗോവിന്ദം. അടുത്തത് ഭുവനാഹാരം. ഭുവനത്തെ മുഴുവൻ ആഹാരമാക്കിയവൻ എന്ന് വെച്ചാൽ അതാണ് ലിറ്ററൽ മീനിങ്, അതാണ് ഭുവനത്തെ മുഴുവൻ ആഹാരമാക്കിയവൻ. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട അർത്ഥം ഭുവനം മുഴുവൻ, ഭുവനം എന്ന് വെച്ചാൽ ലോകം മുഴുവൻ, പ്രപഞ്ചം മുഴുവൻ തന്നിൽ കുടിയിരുത്തിയവൻ, അതാണ് ഭുവനാഹാരം. നമ്മൾ ഭാഗവത്തിലൊക്കെ കണ്ടിട്ടില്ലേ, ഭഗവാന്റെ ഉദരത്തിലാണ് അല്ലേ സർവ ലോകങ്ങളും കുടികൊള്ളുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ. അത് തന്നെ ഇവിടെ പറയുന്നു, ഭുവനാഹാരം. എല്ലാം ഭഗവാന്റെ ഉള്ളിലുണ്ട്, അതിനെയൊക്കെ സൃഷ്ടിച്ചവൻ, പാലിക്കുന്നവൻ എന്നുള്ള അർത്ഥം ഭുവനാഹാരം. അങ്ങനെ അതിൽ ആ സൃഷ്ടിയിൽ ഉൾപ്പെട്ട ആളാണ് ഞാനാകുന്ന സാധകനും. അതുകൊണ്ട് ഭഗവാനെ, ഭഗവാന്റെ ആഹാരമാക്കി മാറ്റണേ എന്നെയും എന്നുള്ള ഭാവം. അപ്പം നമ്മുടെ ഈഗോ ഇല്ലാണ്ട് അഹങ്കാരം ശമിപ്പിക്കുകയാണ് ഭഗവത്പാദരിവിടെ ചെയ്യുന്നത്. ഒന്നും എനിക്ക് സ്വന്തമായിട്ടില്ല, ഭഗവാന്റെ ഭുവനം സൃഷ്ടിച്ചത് കൊണ്ട് ഞാൻ അവിടെ കഴിയുന്നു. ഭഗവാൻ സർവചരാചരങ്ങളെയും ആ ശൃംഖലയിൽ ഉൾപ്പെടുത്തിയുകൊണ്ട് ഞാനും അതിലുണ്ട്. അതുകൊണ്ട് എനിക്ക് വെള്ളവും വായുവും അഗ്നിയും ആഹാരവും എല്ലാം കിട്ടി ഞാൻ എൻ്റെ ശരീരത്തെ പോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ ഓരോ നിമിഷവും ഞാൻ ഒന്നുമല്ല എന്നുള്ള ഭാവം വളർത്തിയെടുപ്പിക്കാനായിട്ടാണ് ഈ അർത്ഥങ്ങൾ പറയുന്നത്. ഭുവനാഹാരം പ്രണമത ഗോവിന്ദം പരമാനന്ദ. 7 എണ്ണം കണ്ടല്ലേ. അടുത്ത എട്ടാമത്തത് 3-ാം പാദം മുഴുവനും ഉണ്ട്. വൈമല്യസ്ഫുടചേതോ വൃത്തിവിശേഷാഭാസവനാഭാസം. മുഴുവൻ അല്ലേ, 3-ാമത്തെ ലൈന്. പാദം എന്ന് വെച്ചാൽ ലൈന്, ഒരു 4 പാദമാണ്, അതിൽ 3-ാമത്തത്. വൈമല്യം എന്ന് വെച്ചാൽ അത്യന്തം നിർമ്മലം, അതാണ് വൈമല്യം. വിഗതഃ മലഃ, അതായത് വിഗതം എന്ന് വെച്ചാൽ ഇല്ലാതെ, ഒരു അണുപോലും മലമില്ലാത്തവൻ. മലം എന്ന് വെച്ചാൽ അറിയാമല്ലോ, അഴുക്ക്, അജ്ഞാനം അല്ലെങ്കിൽ അറിവില്ലായ്മ. ഒരു വാസനയുമില്ല, ഒരു മലിനതയുമില്ല, അതാണ് വൈമല്യം. അത്യന്തം പവിത്രമായത് ആണ് വൈമല്യം, അത്യന്തം നിർമ്മലം. എന്നിട്ട് അതിന് തന്നെ വീണ്ടും അതേ അർത്ഥം വരുന്ന മറ്റൊരു വിശേഷണം സ്ഫുടം. സ്ഫുടം എന്ന് വെച്ചാൽ നമുക്കറിയാം, സ്ഫടികം, അതൊക്കെ കേട്ടിട്ടില്ലേ അല്ലേ, ക്ലിയർ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, അതായത് ഒരു പൊടി പോലുമില്ല, ഒരു മലിനത പോലുമില്ല. അതുകൊണ്ട് ഭഗവാന് എങ്ങനെയാണ്, ഭഗവാൻ സ്ഫുടമാണ്. ഭഗവാന്റെ ആ സ്വരൂപ ലക്ഷണങ്ങൾ പറയുകയാണ്. വൈമല്യ സ്ഫുട എന്ന് വെച്ചാൽ അത്യന്തം നിർമ്മലവും സ്ഫുടവുമായിട്ടുള്ള. നമ്മുടെ കണ്ണിൽ തിമിരം ബാധിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഭഗവാനെ നമുക്ക് എല്ലായിടത്തും കാണാൻ സാധിക്കാത്തത്. ഭഗവാൻ എല്ലായിടത്തും ഉണ്ട്, പക്ഷെ എൻ്റെ കണ്ണിൻ്റെ കുഴപ്പമാണ് കാണാൻ സാധിക്കാത്തത്. ഭഗവാൻ എങ്ങനെയാണ്, സ്ഫുടമാണ്. നമ്മളാ തിമിരത്തിന് സർജറി ചെയ്താൽ നമുക്കും കാണാം. വിഷഖരനായ ആചാര്യസ്വാമികൾ ഇവിടെ നമ്മുടെ അജ്ഞാനം മാറ്റണമെന്ന് നമ്മളോട് അപേക്ഷിക്കുകയാണ്. അങ്ങനെ അത്യന്തം നിർമ്മലവും സ്ഫുടവുമായിട്ടുള്ള അല്ലയോ ഭഗവാനെ, എനിക്ക് അങ്ങേയും കാണാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട്? ചേതോവൃത്തി, എൻ്റെ മനസ്സ് മുഴുവൻ മലിനതയാണ്. വൃത്തി എന്ന് വെച്ചാൽ അറിയാലോ, ചിന്തകൾ. എൻ്റെ മനസ്സ് മുഴുവൻ ചേതോവൃത്തികളാണ്, മനോവൃത്തികൾ പലതായതുകൊണ്ട് എനിക്ക് കാണാൻ സാധിക്കാത്തത്. പക്ഷെ അങ്ങയുടെ കുഴപ്പമല്ല,
അല്ലയോ ഭഗവാനെ ഗോവിന്ദ, അങ്ങയുടെ കുഴപ്പമല്ല, അങ്ങ് അത്യന്തം നിർമ്മലനും സ്ഫുടവുമാണ്. പക്ഷെ എൻ്റെ കുഴപ്പം കൊണ്ട്, എൻ്റെ വാസന കൊണ്ട് എൻ്റെ മനസ്സ് മലിനത ബാധിച്ചിരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് കാണാൻ സാധിക്കാത്തത്. അതുകൊണ്ട് ഭഗവാനെ അങ്ങ് ആ മലിനത മാറ്റിത്തരണേ. പ്രണമത ഗോവിന്ദം പരമാനന്ദം. ചേതോ വൃത്തി വിശേഷ ആഭാസം. നമ്മൾ പറയില്ല ആഭാസം പറയാന്നൊക്കെ നാട്ടിൽ പറയാറുണ്ട് അല്ലേ. അതായത് എൻ്റെ വിശേഷങ്ങളായ, ഇവിടെ ആഭാസം എന്ന് വെച്ചാൽ ഭേദബുദ്ധി എന്നാണ് അർത്ഥം. ഈ സന്ദർഭത്തിൽ ഭേദബുദ്ധി, വിശേഷമായ ഭേദബുദ്ധി. അതായത് എനിക്ക് എല്ലായിടത്തും ഒന്നും ഈശ്വരനെ കാണാൻ സാധിക്കും. ഞാൻ ക്ഷേത്രത്തിൽ പോയാൽ അവിടെ മാത്രമേ ഭഗവാനുള്ളൂ ഇത്യാദി ഭേദബുദ്ധികൾ. ഭേദബുദ്ധി എന്താണെന്ന് പറയണ്ട, നമുക്കറിയാം. ഞാൻ വേറെയും ഈശ്വരൻ വേറെയും എന്നുള്ള അത്യന്തമായ അറിവ്, വിശേഷമായ അറിവ്, ആ ആഭാസ ബുദ്ധിയിലൂടെയാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ശുദ്ധനും നിർമ്മലനുമായ ഭഗവാനെ കാണാൻ സാധിക്കുന്നില്ല, അറിയാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് ഞാൻ ദുഃഖിയാണ്. ഭഗവാനെ ആ ഭേദബുദ്ധി മാറ്റിത്തരുവാനായിട്ട് പ്രണമത ഗോവിന്ദം. അല്ലേ, മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വൈമല്യസ്ഫുടചേതോ വൃത്തി വിശേഷാഭാസം പ്രണമത ഗോവിന്ദം പരമാനന്ദം. ഭഗവാന്റെ ഈ വൈമല്യസ്ഫുടം എന്നതിന് ഒരു പരിഭാഷയുണ്ട്. വേണ്ടവർ മാത്രം എഴുതുക. എന്താന്ന് വെച്ചാൽ ശുദ്ധേ മനസ്സി ഗോവിന്ദ സ്വയമേവ പ്രതിഷ്ഠിത. അതായത് ശുദ്ധ മനസ്സുള്ളവർക്ക് മാത്രമേ ഗോവിന്ദനെ തൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠിക്കാൻ സാധിക്കൂ. ശുദ്ധേ മനസ്സി ഗോവിന്ദ. ശുദ്ധേ എഴുതുമ്പോൾ എങ്കിലും നമുക്ക് ചിന്ത വരും, അയ്യോ ഞാൻ എത്രത്തോളം അശുദ്ധി ഉണ്ടെന്ന്. ശുദ്ധേ മനസ്സി ഗോവിന്ദ സ്വയമേവ പ്രതിഷ്ഠിത എന്ന് വെച്ചാൽ എന്തായിരിക്കും? ശുദ്ധേ മനസ്സി ഗോവിന്ദ സ്വയമേവ പ്രതിഷ്ഠിത. അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ നമ്മുടെ മനസ്സ് ശുദ്ധമാക്കിയാൽ ഭഗവാൻ സ്വയം കുടികൊണ്ടോളുമെന്ന് നമ്മുടെ മനസ്സിൽ. വേറെ നമ്മൾ പ്രതിഷ്ഠിക്കാനായിട്ട് തന്ത്രിനെയോ അല്ലെ ഗുരുനാഥനെയോ ആരെയും വിളിക്കണ്ട. ഭഗവാൻ സ്വയമേവ പ്രതിഷ്ഠിത. ഭഗവാൻ ഇങ്ങോട്ട് വന്നോളൂന്ന്. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? മനസ്സ് ശുദ്ധമാക്കി വെച്ചാൽ മതി. അത് തന്നെയാണ് വൈമല്യസ്ഫുട ചേതോ വൃത്തി എന്ന വാക്കിൻ്റെ അർത്ഥം. ഒന്നുകൂടെ പറയാം. ശുദ്ധേ മനസ്സി ഗോവിന്ദ സ്വയമേവ പ്രതിഷ്ഠിത. എന്ത് മനോഹരാണല്ലേ. ഒറ്റ കാര്യമുള്ളൂ നമ്മളോട് പറയുന്നുള്ളൂ. നമ്മുടെ ഉള്ളിലെ ഈ അശുദ്ധികളെ മാറ്റിയാൽ ഭഗവാൻ ക്ഷണിക്കാതെ വന്നോളൂ. ഭഗവാൻ ഉണ്ട്, മൂപ്പരെ ക്ഷണിക്കേണ്ട കാര്യമൊന്നുമില്ല. ഭഗവാനുണ്ട്, പക്ഷെ നമുക്ക് അറിയാൻ സാധിക്കുന്നില്ല. എന്തുകൊണ്ട്? അശുദ്ധിയുള്ളത് കൊണ്ട്. അത് മാറ്റിത്തരണേ. അതിനായിട്ട് ആചാര്യസ്വാമികൾ പറയുന്നു പ്രണമത ഗോവിന്ദം. അടുത്തതിലേക്ക് പോകാം. വൈമല്യസ്ഫുടചേതോ വൃത്തി വിശേഷാഭാസം അനാഭാസം. അടുത്തത് അനാഭാസം. 9ാമത്തെ ലക്ഷണമാണ് അനാഭാസം. അനാഭാസം എന്ന് വെച്ചാൽ മലിന ഇന്ദ്രിയങ്ങളാൽ അറിയാൻ സാധിക്കാത്തവൻ എന്നാണ് അർത്ഥം. മലിന ഇന്ദ്രിയങ്ങളാൽ അറിയാൻ സാധിക്കാത്തവൻ അനാഭാസം. മലിന ഇന്ദ്രിയങ്ങൾ. മലിന ഇന്ദ്രിയം എന്ന് വെച്ചാൽ അറിയാലോ, കണ്ണിലുള്ള മലിനത, കാതിലുള്ള, കാണുന്ന മലിനമായിട്ടുള്ളത്, കേൾക്കുന്നത് മലിനമായിട്ടുള്ളത്, എന്തൊക്കെയാ മലിനം എന്ന് പറയണ്ട, ലോകം മുഴുവൻ അത് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളവർക്ക്, അങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളോടുകൂടി ജീവിക്കുന്ന ആർക്കും ഭഗവാനെ അറിയാൻ സാധിക്കില്ല. അപ്പോൾ അനാഭാസം പ്രണമത ഗോവിന്ദം എന്ന് വെച്ചാൽ എന്താണ്? അല്ലയോ ഗോവിന്ദ, ഞാൻ അങ്ങയെ പ്രണമിക്കുന്നു.
എൻ്റെ ഇന്ദ്രിയങ്ങൾ മുഴുവൻ മലിനപ്പെട്ടിരിക്കുകയാണ്. ആ മലിനത അങ്ങ് തുടച്ചു മാറ്റിത്തരണേ. നമ്മൾ ഈ നമ്മുടെ തന്നെ ജീവിതം എടുത്ത് നോക്കിയാൽ ഒരു കുറച്ച് പ്രായമൊക്കെ വരെ നമ്മൾ നല്ല പുട്ടിയൊക്കെ ഇട്ട് നമ്മളെ നല്ല ഇതാക്കി, കുറേ കഴിയുമ്പോൾ എന്താണ്, നമ്മളിതൊക്കെ ബോറടിച്ച് തുടങ്ങും. അപ്പോൾ എത്ര മലിനായിട്ടിരുന്നാലും ആര് കാണാനാണ് എന്നുള്ള ഭാവം വരും അല്ലേ. നമ്മളത് ബോറടിച്ച് മാറ്റും. അപ്പോൾ ഇവിടെ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്, ഭഗവാനെ എനിക്ക് ബോറടിക്കാൻ തുടങ്ങി, എൻ്റെ മലിനതയൊക്കെ മാറ്റാനായിട്ട് എന്നെ കൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ട് അങ്ങ് എൻ്റെ മലിനതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് മാറ്റിത്തരണേ. അതിനായിക്കൊണ്ട് പ്രണമത ഗോവിന്ദം. പിന്നെ ഭഗവത്പാദര് നേരെ സ്വരൂപ ലക്ഷണത്തിലേക്ക് വരികയാണ്. അടുത്ത എന്താണ്? ശൈവം കേവല ശാന്തം. 2 ഉള്ളൂ. 10ാമത്തെ ലക്ഷണം ശൈവം. ശൈവം എന്ന് വെച്ചാൽ ശിവസ്വരൂപൻ, മംഗളം. ശൈവം എന്ന വാക്കിൻ്റെ അർത്ഥം മംഗളം, ശിവം, ശാന്തം ഇത്യാദി അർത്ഥങ്ങൾ പലയിടത്തും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള അർത്ഥം, അതുകൊണ്ട് അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല, എല്ലാവർക്കും അറിയാം. മംഗളസ്വരൂപിയായ ഗോവിന്ദ, അങ്ങയെ ഞാൻ ശിവനെന്ന് വിളിക്കുന്നു. എന്തിനു വിളിക്കുന്നു? എനിക്ക് എന്തൊക്കെ മംഗളങ്ങളാണോ വേണ്ടത് അതൊക്കെ തന്നെന്നെ അനുഗ്രഹിക്കണേ. അതിനായിക്കൊണ്ട് പ്രണമത ഗോവിന്ദ. നമ്മളെ സംബന്ധിച്ച് എന്തൊക്കെ മംഗളങ്ങളാണ് വേണ്ടത്? നമ്മളെ സംബന്ധിച്ച് ശാരീരികവും മാനസികവുമായ മംഗളം. ശാരീരികവും മാനസികവുമായ എന്ത് മംഗളം? എനിക്ക് സാധനയിലേക്ക് ഉതകുന്ന വിധത്തിലുള്ള ആരോഗ്യം അല്ലേ? ഭദ്രം കർണേവിഹി, ഇത് തന്നെയല്ലേ? ശൃണുയാമ ദേവാഹ, ആ മംഗളത്തെ തരണേ. ഭദ്രം പശ്യേ, ഞാൻ കാണുന്നതൊക്കെ മംഗളമായിരിക്കണേ, ആ മംഗളത്തെ തന്നെ അനുഗ്രഹിക്കണേ അല്ലേ? അനിരാകരണമസ്തു അനിരാകരണം മേ അസ്തു. ഞാൻ ഉപനിഷത്തിനെയും ശാസ്ത്രത്തിനെയും പരമ്പരയെ ഉപേക്ഷിച്ചാലും എന്നെ ഉപേക്ഷിക്കാതിരിക്കണേ അവര്. ഭഗവാനെ, ഞാൻ അങ്ങേ ഉപേക്ഷിച്ചാലും അങ്ങ് എന്നെ ഉപേക്ഷിക്കരുതേ, ആ മംഗളത്തിനെ തരണേ. അതിനായിക്കൊണ്ട് പ്രണമത ഗോവിന്ദം പരമ. പിന്നെ നമുക്ക് വേറെ ഓരോരുത്തർക്കും എന്തൊക്കെയാണോ വേണ്ടത് ആ ലിസ്റ്റൊക്കെ ഇവിടെ ചേർക്കാം അല്ലേ? പാരിസ്ഥിതികമായ മംഗളം അല്ലേ? ഒരിക്കലും എത്ര ശ്രമിച്ചാലും മടുപ്പ് വരരുതേ. എത്ര സത്സംഗം നടത്തിയാലും എനിക്ക് മടുപ്പ് വരരുതേ. എത്ര ജപിച്ചാലും എനിക്ക് മടുപ്പ് വരരുതേ അല്ലേ? ഈ മംഗളത്തിനെ നൽകി എന്നെ അനുഗ്രഹിക്കണേ. കാരണം സാധനയിലുണ്ടാകുന്ന ഏറ്റവും പ്രധാന വിഘ്നം ഇതാണ്. നമുക്ക് തുടക്കത്തിൽ വലിയ ആവേശമായിരിക്കും. ഞാനിപ്പോഴും ഓർക്കുന്നു, ആശ്രമത്തിലേക്ക് ചേരാൻ പോയപ്പോൾ എന്തൊരാവേശമായിരുന്നു. അയ്യോ, എനിക്കിപ്പം തന്നെ മോക്ഷം കിട്ടണം, മോക്ഷം വേണം എന്നുള്ള ആവേശമായിരുന്നു. പക്ഷെ ഇപ്പോൾ 10 കൊല്ലം കഴിയുമ്പോൾ ഞാൻ തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ അത്രയും തീവ്രതയില്ല. അപ്പോൾ ഞാൻ ആലോചിക്കുമല്ലോ, ഇനി 20 കൊല്ലം കഴിഞ്ഞ് അത്രയും ജീവിക്കേണ്ടി വന്നാൽ അപ്പോൾ എത്ര തീവ്രത ഉണ്ടാകും. കാരണം കുറഞ്ഞു വരും, സ്വാഭാവികമാണ്, ബോറടിക്കും അല്ലേ? ഈ പ്രണയിക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതിൽ നിങ്ങളുടെ തന്നെ ജീവിതം കല്യാണം കഴിച്ച് കഴിയുമ്പോൾ എന്തൊരാവേശമാണ്, ഭയങ്കര സ്നേഹം. പിന്നെ ഇങ്ങനെ തന്നെ എന്നും കണ്ട് കഴിഞ്ഞ് 10-20 കൊല്ലം കഴിയുമ്പോൾ ബോറടിക്കാൻ തുടങ്ങും. പിന്നെ ഒന്നും പറയാനില്ല പരസ്പരം അല്ലേ? അത് എല്ലാ കാര്യവും അങ്ങനെയാണ്. തുടക്കത്തിലെ ആവേശം കുറച്ച് കഴിയുമ്പോൾ ഇല്ലാണ്ടാകും. അതുകൊണ്ട് ഭഗവാനെ, എന്നെ അങ്ങനെ ആക്കരുതേ, എനിക്ക് മടുപ്പ് തോന്നരുതേ, ആ മംഗളത്തിനെ നൽകി എന്നെ അനുഗ്രഹിക്കണേ. അതിനായിക്കൊണ്ട് ശൈവം പ്രണമത ഗോവിന്ദം. അടുത്തത് കേവല ശാന്തം. ഭഗവാനെ, അങ്ങയുടെ സ്വരൂപം കേവല ശാന്തി. ഇവിടെ കേവലം എന്ന് വെച്ചാൽ നിത്യം എന്നുള്ള അർത്ഥമാണ്. അങ്ങ് നിത്യശാന്ത സ്വരൂപനാണ്. എപ്പോഴും എന്ത് പ്രതിസന്ധി വന്നാലും ഭഗവാന്റെ ശാന്തതയെ ഇല്ലാണ്ടാക്കാൻ ആർക്കും സാധിക്കില്ല
അല്ലേ? ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ശിശുപാലൻ വന്നോട്ടെ, അല്ലെങ്കിൽ രാവണൻ വന്നോട്ടെ, ആര് വന്നോട്ടെ, ഭഗവാന്റെ ആ ശാന്തത ഇല്ലാണ്ടാക്കാൻ എനിക്ക് എപ്പോഴും അശാന്തിയുണ്ട്, അല്ലേ? ഭഗവാൻ ഗീതയിൽ അർജുനോട് പറഞ്ഞതുപോലെ അശാന്തസ്യ കുതസുഖം. അശാന്തൻ എവിടെയാണ് അർജുന സുഖം? എനിക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് അശാന്തത വരാറുണ്ട് ഭഗവാനെ. അത് എനിക്ക് സാധനയ്ക്ക് തടസ്സമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് അങ്ങ് എനിക്ക് ആവശ്യമുള്ള ശാന്തതകൾ അത് നൽകി അനുഗ്രഹിക്കണേ. അതിനായിക്കൊണ്ട് പ്രണമത ഗോവിന്ദ. നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതൊക്കെ ഭഗവാനോട് അഭ്യർത്ഥിക്ക വേണം എന്ന് പറയുകയാണ്. നമുക്ക് ഒരുമിച്ച് ഒന്നുകൂടെ ചൊല്ലാം. ത്രൈവിഷ്ടപരിപുവീരഘ്നം ക്ഷിതിഭാരഘ്നം ഭവരോഗഘ്നം കൈവല്യം നവനീതാഹാരം അനാഹാരം ഭുവനാഹാരം വൈമല്യസ്ഫുടചേതോ വൃത്തി വിശേഷാഭാസമനാഭാസം ശൈവം കേവലശാന്തം പ്രണമത ഗോവിന്ദം പരമാനന്ദം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം. അടുത്ത ശ്ലോകത്തിൻ്റെ അന്വയം മാത്രം ഒന്ന് നമുക്ക് നോക്കാം. 4-ാം ശ്ലോകം എല്ലായിടത്തും കയ്യിലും ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു ദിവസം ഒരു ശ്ലോകം വെച്ച് എഴുതിയെടുക്കുക, സാധനയായിക്കൊണ്ട്. 4-ാം ശ്ലോകം ഗോപാലം. 1-ാമത്തെ ലക്ഷണം ഗോപാലം പ്രണമത ഗോവിന്ദ. ഭൂലീലാ വിഗ്രഹ ഗോപാലം. ജസ്റ്റ് ആ വാക്കുകൾ നോക്കിയാൽ മതി. ഗോപാലം. 2-ാമത്തെ ലക്ഷണം ഭൂലീലാ വിഗ്രഹ ഗോപാലം. 3-ാമത്തെ ലക്ഷണം കുലഗോപാലം. എളുപ്പമാണിത്. കുലഗോപാലം 3-ാമത്തെ ലക്ഷണം. 4-ാമത്തെ ലക്ഷണം ഗോപീഖേലന. ഗോപീഖേലന. വെറുതെ കേട്ടാൽ മതി കേട്ടോ, എഴുതാൻ അസൗകര്യം ഉണ്ടെങ്കിൽ. ഗോപീഖേലന 4-ാമത്തെ ലക്ഷണം. 5-ാമത്തെ ലക്ഷണം ഗോവർദ്ധന ധൃതി ലീലാലാളിത ഗോപാലം. അത് കേൾക്കുമ്പോഴേ അർത്ഥം ഇപ്പം കിട്ടിക്കാണും എല്ലാവർക്കും. ഗോവർദ്ധന ധൃതി ലീലാലാളിത ഗോപാലം 5-ാമത്തെ ലക്ഷണം. 6-ാമത്തെ ലക്ഷണം ഗോഭിർനിഗദിതം ഗോവിന്ദസ്ഫുടമാനം. ഗോഭിർനിഗദിത ഗോവിന്ദസ്ഫുടമാനം 6-ാമത്തെ ലക്ഷണം. 7-ാമത്തെ ലക്ഷണം ബഹുനാമാനം. ബഹുനാമാനം 7-ാമത്തെ ലക്ഷണം ബഹുനാമാനം, അനേകം നാമങ്ങളുള്ളവനെ, അത്രയേ ഉള്ളൂ. 8-ാമത്തെ ലക്ഷണം ഗോപീ ഗോചര ദൂരം. ഗോപീ ഗോചര ദൂരം പ്രണമത ഗോവിന്ദം പരമാനന്ദം. അല്ലേ? നമുക്കൊന്ന് ചൊല്ലാം. വ്യാഖ്യാനം നാളെ കാണാം. നാളെയും നമുക്ക് ഗൂഗിൾ മീറ്റിൽ എടുക്കാമെന്ന് വിചാരിക്കുന്നു. എൻ്റെ യൂട്യൂബിന് എന്തോ ലൈസൻസ് പോയെന്നാണ് തോന്നുന്നത്. കാരണം ഓരോ വർഷത്തേനാണ് അത് പുതുക്കേണ്ടത്. ഇപ്പോൾ ഡിസംബർ ആയല്ലോ, ഞാൻ മറന്നുപോയോന്ന് എന്താണെന്ന് അറിഞ്ഞൂടാ. അത് ലൈവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അത് ഇനി എത്രയോ പൈസ അടയ്ക്കണം നമ്മൾ. അതിന് പ്രോസസ്സുണ്ട്, 1 മാസം എടുക്കുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നാളെ തൊട്ട് ഗൂഗിൾ മീറ്റിൽ സന്ധിക്കാം. അപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് പിന്നെ അത് അപ്ലോഡ് ചെയ്യാം, വോയിസ് മാത്രമായിട്ട്. നമുക്ക് അങ്ങനെ ചെയ്യാം. എല്ലാവരും പ്രാർത്ഥിക്കുക നമ്മുടെ വിഘ്നങ്ങൾ ഒന്നുമില്ലാണ്ട് സാധനം മുന്നോട്ട് പോകണമെന്ന്. ഓക്കെ, നമുക്ക് 4-ാമത്തേലേക്ക് പോകാം. ഗോപാലം ഭൂലീലാ
विग्रहगोपालं कुलगोपालं गोपीघेलनगोवर्धनधृति लीलालालितगोपालं गोभिरन्निगदितगोविन्दस्फुटनामानं बहुनामानं गोपीगोचरधूरं प्रणमद गोविन्दं परमानन्दं गोपालं भूलीलाविग्रहगोपालं कुलगोपालं गोपीघेलनगोवर्धनधृति लीलालालितगोपालं गोभिरन्निगदितगोविन्दस्फुटनामानं बहुनामानं गोपीगोचरधूरं प्रणमद गोविन्दं परमानन्दं गोविन्दं परमानन्दं भज 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 गोविन्दं परमानन्दम्। ॐ सर्वे भवन्तु सुखिनः, सर्वे सन्तु निरामयाः, सर्वे भद्राणि पश्येत्, मा कश्चित् दुःखभाग् भवेत्। ॐ असतो मा सद्गमय, तमसो मा ज्योतिर्गमय, मृत्योर्मामृतं गमय। ॐ पूर्णमदः पूर्णमिदं पूर्णात् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ॐ शान्ति शान्ति शान्ति।